കൊപ്രക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചത്തേങ്ങ സംഭരിക്കാനുള്ള കെയർഫെഡ് പദ്ധതി കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ സംരംഭം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം തന്നെ കുറ്റ്യാടി, കുന്നമംഗലം എന്നിവിടങ്ങളിലും സംഭരണം തുടങ്ങും. വൈകാതെ മലപ്പുറം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും വ്യാപിപ്പിക്കും. ഇതിനായി വിവിധ സംഭരണ ഏജൻസികൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവിടങ്ങളിൽ നിന്ന് കെയർഫെഡ് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ ജൂലൈയിലാണ് വിതരണം തുടങ്ങിയത്. ഇവിടെ നിന്ന് ഇതുവരെ 128.7 ടൺ പച്ചത്തേങ്ങ സംഭരിച്ചു. നീലേശ്വരത്ത് നിന്ന് 12 ടണ്ണും സംഭരിച്ചു. 1 കോടിയോളം രൂപ കർഷകർക്ക് വിലയായി നൽകി. സംസ്ഥാന സാമ്പത്തിക വിതരണ വിഭാഗം കണക്കാക്കുന്ന വിലയേക്കാൾ കിലോയ്ക്ക് 2 രൂപ അധികം കർഷകർക്ക് നൽകും. വിപണി വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 4-5 രൂപ അധികമായി കർഷകർക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് പ്രധാന ആകർഷണം. പച്ചത്തേങ്ങ വില ഇടക്കാലത്ത് 55 രൂപയിലേക്ക് താഴുമ്പോൾ കർഷകർക്ക് 10 രൂപ വരെ അധികം ലഭിച്ചിരുന്നു. വിലയിടിവിന്റെ കാലത്ത് സർക്കാരിനു വേണ്ടി കെയർഫെഡ് പച്ചത്തേങ്ങ സംഭരിച്ചപ്പോൾ തേങ്ങ വിലയ്ക്ക് മാസങ്ങളോളം കാത്തിരിക്കണമെന്നായിരുന്നു. ആ രീതി മാറ്റി അതത് ദിവസം തന്നെ പണം കൊടുക്കുന്ന രീതി കെയർഫെഡ് കൊണ്ടുവന്നു. ഈ രീതി മറ്റിടങ്ങളിലും വന്നാൽ സംഭരണത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. 2 കേന്ദ്രങ്ങളിലെ സംഭരണം കൊണ്ട് മാത്രം കെയർഫെഡിന്റെ ആവശ്യം നിറവേറിയില്ല. ഓരോ വർഷവും ശരാശരി 20,000 ടൺ കൊപ്ര ആവശ്യമാണ്. കേരളത്തിൽ സംഭരണം വ്യാപകമായാൽ ഈ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല, നാളികേരത്തിന് വില സ്ഥിരതയും ലഭിക്കും. പച്ചത്തേങ്ങ സംഭരണം വ്യാപകമായാൽ തമിഴ്നാട് ലോബിയുടെ ഇടപെടൽ നിയന്ത്രിക്കാമെന്ന പ്രതീക്ഷയും കെയർഫെഡിനുണ്ട്. ടെൻഡർ കൊപ്രയിൽ ഭൂരിഭാഗവും തമിഴ്നാടിൻ്റെതാണ്. ഇത് കാരണം വിപണി അവർ നിയന്ത്രിക്കുന്ന അവസ്ഥയുമുണ്ട്. വില കുതിച്ചതോടെയാണ് കൊപ്ര ലഭിക്കാതെയായത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.